ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി പോയിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അതെ ഒരു സംഭവം ഉണ്ടായി. എന്താടോ താൻ നായനെ അന്വേഷിച്ച് പോയതാണല്ലോ, എന്ത് പറ്റി? വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ, എന്ത് സംഭവം ഉണ്ടായെന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും നയനും നവിയും കൂടി മുത്തശ്ശിയുടെ മുറിയിലേക്ക് വരികയാണ്. എന്താ മൂവർ സംഘം കൂടി എന്താ പരിപാടി വെപ്പിക്കാൻ തോന്നല്ലോ, മൂന്നുവരെ മോഹം കണ്ടിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ഞാനേ ഇവരെ കാണാൻ അന്വേഷിച്ചില്ലായിരുന്നു, അപ്പൊ രണ്ടുപേരും അനാമികയുടെ മുറിയിൽ നിൽപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കാണ്, അനാമികയുടെ മുറിയിലോ? നിങ്ങൾ എന്തിനാ അവരുടെ മുറിയിലേക്ക് പോയത്? അപ്പോഴേക്കും നവീനേനെയും പരസ്പരം നോക്കുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, ഞാൻ ചെന്നപ്പോഴേ വേറൊരു കാഴ്ചയും കൂടെ കണ്ടു. കട്ടില് നിരത്തി വെച്ചിരിക്കുക അനാമികയുടെ സ്വർണം മുഴുവനും, രണ്ടുപേരും കൂടി. ഈ കേട്ട് സത്യമാണോ? നയന, നവ്യ, നിങ്ങൾ എന്തിനാ അവരുടെ മുറിയിൽ പോയി അവരുടെ സ്വർണ്ണമൊക്കെ എടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയാണ്, മുത്തശ്ശനോട് ഇല്ലാത്ത സമയത്ത് ഒരു സംഭവം ഉണ്ടായെന്ന് പറയാണ്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നയനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ മാല മോഷണ കേസിന്റെ കാര്യമൊക്കെ, അങ്ങനെ തന്റെ അച്ഛനെ ജയിലിലേക്ക് വിട്ട കാര്യവും ആ മോഷണത്തിന്റെ കാര്യവും എല്ലാ കാര്യങ്ങളും മുത്തശ്ശനോട് പറയാണ്. മുത്തശ്ശൻ അപ്പം ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, എന്താണോ താൻ ഇതുവരെ എന്നോട് ഈ കേസ് എന്ന് പറയാൻ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, വേറൊന്നും അല്ല, നിങ്ങൾക്ക് സുഖമില്ലാന്നല്ലോ, നിങ്ങൾ അതൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി പിന്നെ നമ്മളുടെ വീട്ടുകാരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയെന്നും ഗോവിന്ദനെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല, അതെനിക്ക് മനസ്സിലായത് കൊണ്ടാ ഞാൻ പറയാൻ പറയാണ്. മുത്തശ്ശ, അന്ന് ഞങ്ങൾ ഒരു തെറ്റും ചെയ്യാതെയാ അന്ന് എല്ലാവരുടെ മുമ്പിൽ തെറ്റുകാരായിട്ട് ഇരുന്നത്. ഞങ്ങളെ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് അത്ര വിഷമമില്ലായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛനെയും അമ്മേനെയും അവർ ജയിലിൽ കയറ്റി എനിക്കെന്താ സഹിക്കാൻ വയ്യാഞ്ഞേ. ആ കാഴ്ച കണ്ട എൻ്റെ നന്ദുമോള് ഓടി ഇങ്ങോട്ടേക്ക് വന്നത്. അതിന് തലേ ദിവസം കൃത്യമായിട്ട് അനാമികയുടെ അച്ഛനും അമ്മയോട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് CCTV ഫുട്ടേജൊക്കെ ഞങ്ങൾ നോക്കിയതാ, തലേ ദിവസത്തെയും പിറ്റേ ദിവസത്തെയും. ആ ദിവസങ്ങളിൽ അവരുടെ മുറിയിൽ കയറിയത് ആകെപ്പാടെ അനാമികയുടെ അമ്മയും അനാമികയും പിന്നെ അനിയും മാത്രമാണ്. അനിക്ക് പിന്നെ അവളുടെ സ്വർണ്ണം എടുക്കേണ്ട കാര്യമില്ലല്ലോ, പിന്നെയുള്ളത് അനാമികയും അനാമികയുടെ അമ്മയാണ്. മുത്തശ്ശൻ വരുന്നതിന്റെ തലേ ദിവസമാണ് കാണാതെ പോയ മാല, മുത്തശ്ശിയുടെ മാല മുത്തശ്ശിന്റെ ആദർശന്റെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആദർശൻ അതും കൊണ്ട് വന്നത്. പക്ഷെ വന്ന വഴിയിൽ ചെറിയൊരു കാർ ആക്സിഡന്റ് ഉണ്ടായിട്ട് ആ മാല മാറി. ഇവിടെ കൊണ്ടുവന്നപ്പം ആ മാല വെള്ളിമാലയായി എന്ന് പറയാണ്. വെള്ളിമാലയോ? നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞ് ചോദിക്കാണ്. അങ്ങനെ അന്ന് നടന്ന ആ മാലമോഷണം നടന്ന ആ സംഭവങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നയന മുത്തശ്ശിയോടെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാനില്ലാഞ്ഞപ്പോ ഇത്രയൊക്കെ വലിയ സംഭവങ്ങളോട് നടന്നല്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കാണ്. അതേ മുത്തശ്ശ, അങ്ങനെ ഞങ്ങളെ പെരും കളികളായിട്ട് എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്നേ, ഞങ്ങൾക്കത് സഹിക്കാവുന്നില്ല. അപ്പുറം ഞങ്ങളുടെ അച്ഛൻ പാവം ആ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പ്രാവശ്യം കിട്ടിയ ലാഭത്തിനാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ പവന്റെ വീതം കമ്മലും കൊണ്ട് തന്നത്. അതുപോലും ഇവിടെ ഉള്ളവര് ആ മാല മോഷിച്ചാന്നാ പറഞ്ഞത്. അവൻ ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാഞ്ഞി എന്ന് പറയുന്നുണ്ട്. അല്ല, ഇപ്പൊ നിങ്ങൾ എന്തിനാ ആ മുറിയിലേക്ക് കയറിയത്? എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യമെന്ന് ചോദിക്കാണ്. നിങ്ങളൊരു കാര്യമില്ലാതെ അങ്ങോട്ടേക്ക് രണ്ടുപേരും കയറില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറയുന്നുണ്ട്. മുത്തശ്ശ, ഞങ്ങൾ മുത്തശ്ശിയോട് പറഞ്ഞ കാര്യം അത്. ദേവ്യാനിയമ്മയ്ക്ക് മുത്തശ്ശി കൊടുത്ത സ്വർണം ഏകദേശം ഒരു 100 പൗണ്ട് സ്വർണം കാണുമല്ലോ, അത് അതേപടിയാണ് അമ്മ അവക്ക് കൊടുത്തത്. അതുപോലെ തന്നെ അവളുടെ വീട്ടുകാരും കൊടുത്തു 110 പവനോളം. പിന്നെ അവക്ക് ഇവിടെ ജാനകി ചെറിയമ്മയും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ സ്വർണം അവക്ക് കിട്ടിയതാ. ഇതെല്ലാം കുട്ടി അവളുടെ മുറിയിൽ തന്നെയായിരുന്നു. ആകെപ്പാടെ ഒരു 40 പവന്റെ സ്വർണ്ണവേ അവൾ ലോക്കറിൽ വെച്ചിട്ടുള്ളൂ. ബാക്കി എങ്ങനെ പോയാലും ഒരു 150 പവന്റെ സ്വർണം അവളുടെ മുറിയിൽ കാണേണ്ടതല്ലേ. അങ്ങനെ ഞങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അന്ന് മുത്തശ്ശി ദേവയാനി അമ്മയ്ക്ക് കൊടുത്ത ഒരു സ്വർണം പോലും ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. എല്ലാം പുതിയ സ്വർണ്ണമാണ്. അവൾക്ക് അവളുടെ വീട്ടുകാർ കൊടുത്ത ആ ബാക്കിയുള്ള 60 പവൻ, ആ ഒരു 40 പവന്റെ സ്വർണം മാത്രമേ അവളുടെ കയ്യിലുള്ളൂ. ബാക്കിയുള്ള 150 പവന്റെ സ്വർണം എവിടെ പോയി മുത്തശ്ശ എന്ന് ചോദിക്കുകയാണ് നവീൻ നയനെ. ഞങ്ങൾക്ക് ഉറപ്പാ മുത്തശ്ശ, ഈ വീട്ടിൽ നിന്ന് സ്വർണം പോയിട്ടുണ്ടെങ്കിലേ അത് അനാമികയും അവളുടെ അമ്മയും കാരണക്കാർ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെന്ന് ചോദിക്കണം മുത്തശ്ശൻ. അതേ മുത്തശ്ശ, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളെ തെളിയിക്കാൻ തന്നെയാ ആ മുറിയിലേക്ക് കയറിയത്. ഞങ്ങളെ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്തായാലും അവരെടുത്തവരാണെങ്കിൽ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഈ സ്വർണം അവിടുന്ന് കാണാതാകും. അപ്പോളെ നമുക്ക് പിടിക്കാം മുത്തശ്ശ. അതിനുവേണ്ടിട്ട് ഞങ്ങളിതാ വീഡിയോ സഹിതം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. അത് കൊള്ളാലോ, രണ്ടുപേരും CID പണിയായിട്ട് ഇറങ്ങിയാണോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും നയനെ പറയാണ്, അന്ന് ആ ഒരു കല്യാണ സമയത്ത് ഉപേന്ദ്രനോട് വന്ന കാര്യവും ഉപേന്ദ്രനായിട്ട് ഷട്ടനെ കുത്തിപ്പിടിച്ച് പൈസ ചോദിക്കുന്നത് ആദർശ് കാണുന്നതും അയാൾ ഉരുണ്ടുകളിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നയനോടെന്ന് പറയുന്നുണ്ട്. ഇവർക്ക് എന്തൊക്കെയോ സാമ്പത്തിക ക്രമക്കേടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്തിന്റെ കേസ്, അന്ന് ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോയ സമയത്ത് ഇവിടെ എല്ലാവരെയും കൂട്ടി ആ അങ്കിള് ഇവരെ സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ സ്ഥലത്തിന്റെ ഓണർ ആയിട്ടുള്ള ഒരാള് ആദർശേട്ടന്റെ പരിചയക്കാരനാ. അയാള് പറഞ്ഞു അങ്ങനെ ഒരാൾക്ക് അയാൾ സ്ഥലം പോലും കൊടുത്തിട്ടില്ല എന്ന്.
അത് മാത്രമല്ല ആദിശേട്ടന് വില പറഞ്ഞ സ്ഥലം ആ ഒരു സ്ഥലം 75 ലക്ഷം രൂപ കുറച്ചാണ് ഇവർ പറഞ്ഞിരുന്നത് വേണുവെങ്കിലൊക്കെ. ആ ഒരു പൈസയ്ക്ക് ഒരിക്കലും ഞാൻ നഷ്ടപ്പെട്ട് ആർക്കും കൊടുക്കില്ല എന്നും അയാൾ പറഞ്ഞെന്ന് പറയാണ്. അപ്പോഴേ ആദിശേട്ടന് എന്തൊക്കെയോ സംശയം തോന്നിയതാണ്. അപ്പോഴേക്കും രേവതി ആന്റി പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് ആ സ്ഥലത്തിന്റെ ഓണറെന്നും അതുകൊണ്ടാണ് വേറെ ഈടൊന്നുമില്ലാതെ നഷ്ടത്തിന് ഈ ഒരു സ്ഥലം കൊടുത്തതെന്നും അവര് പറഞ്ഞു. പക്ഷെ അതിലൊന്നും വിശ്വാസം ആയില്ല ഞങ്ങൾക്ക്. ആദർശേട്ടൻ അന്വേഷിച്ച് പറഞ്ഞത് ആ ഒരു സ്ഥലം വേണമെങ്കിൽ ഒരിക്കലും മേടിച്ചിട്ടില്ല, വേറെ ഒരാൾക്കാണ് അത് വിറ്റിരിക്കുന്നതെന്നാ പറഞ്ഞത്. അന്ന് ഞങ്ങളെ കൊണ്ടുപോയ ആ സമയത്ത് തന്നെയായിരുന്നു അഡ്വാൻസ് മറ്റവർക്ക് കൊടുത്തത്. അവർ തമ്മിലത് കൈമാറുകയും ചെയ്തതെന്ന് പറയാണ് നയന. അങ്ങനെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഇവരുടെ ഇടയിലുണ്ട് മുത്തശ്ശ, അതെനിക്ക് ഉറപ്പാ. പിന്നെ അനാമികയുടെ പേരിൽ എന്തെങ്കിലും കള്ളത്തരം കണ്ടുപിടിക്കുകയോ അവളെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താല് അത് നമ്മുടെ ആനയുടെ ജീവിതത്തിലൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ ആരോടൊന്നും പറയാതെ മറച്ചു വെക്കുന്നേ. ഇപ്പൊ പോലും ഈ തെളിവുകൾ ഞങ്ങൾ ശേഖരിച്ചു വെച്ചത് എന്തെങ്കിലും ഞങ്ങൾക്കെതിരെ അവർ സ്വർണം കടലിൽ പ്രയോഗിക്കുമ്പോൾ ഞങ്ങൾക്കത് കാണിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, ഇങ്ങനെ നിങ്ങൾ തെളിവെടുത്തുവെച്ചാല് അത് തെളിവാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനുശേഷം അവരത് കൊണ്ട് രഹസ്യമായിട്ട് വിറ്റാൽ പോലും നിങ്ങളുടെ പേർക്കല്ലേ അവർ പറയുള്ളൂ. നിങ്ങൾ ആ മുറിയിൽ കയറിന് ശേഷമാണ് സ്വർണം കാണാതെന്നല്ലേ പറയുള്ളൂ എന്ന് മുത്തശ്ശൻ ചോദിക്കാണ്. അങ്ങനെ നയനോട് നവീന് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ പറഞ്ഞ ഒരാഴ്ച ഞാൻ കാത്തിരിക്കാം, അവരോട് സ്വർണം മോഷ്ടിക്കാൻ വരുന്നുണ്ടോന്ന് ഞാനും നോക്കട്ടെ. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ പരമ്പരാഗതമായി അധ്വാനിച്ചുണ്ടാക്കിയൊന്നും മറ്റൊരാളും കൊണ്ടോ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം മുത്തശ്ശൻ. ഒരുപാട് ഞാൻ ദാനം ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, കൈ മറന്നും കണക്ക് നോക്കാതെ ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പറ്റിച്ചെടുക്കാന്ന് ആരിലും നോക്കിയാ ഞാനതിനെ സമ്മതിക്കില്ല എന്ന് പറയണ്ട മുത്തശ്ശൻ. അസുഖക്കാരനായതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി എന്നെ ഒരു മൂലയ്ക്ക് ഒതുക്കി വെച്ചിരിക്കല്ലേ. പക്ഷേ എന്റെ ശരീരത്തിന് അസുഖമുള്ളൂ, എന്റെ മനസ്സിന് ഇപ്പോഴും ഒരു അസുഖവും ഇല്ല. അത് ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഇനി ആ റൂമിലേക്ക് ഇപ്പോഴൊന്നും പോകണ്ട, എന്റെ നിർദ്ദേശപ്രകാരം മാത്രം ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് നയനയുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ നയന നവിയും ആ മുറിയിൽ നിന്ന് പോവാണ്. ഈ സമയത്ത് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, ഈ നയന നവിയും പറഞ്ഞ കാര്യങ്ങള് താൻ എങ്ങനെയാ കാണുന്നേ? ഇവര് പറഞ്ഞ കാര്യങ്ങൾക്ക് സത്യമാണെന്ന് ചോദിക്കാണ്. അതെ, അവര് പറഞ്ഞ 30% കാര്യങ്ങളും ഇവിടെ നടന്ന സംഭവങ്ങളാണ്. ആ മാല മോഷണവും ഗോവിന്ദനെ ജയിലിൽ കെട്ടിയതും തലേ ദിവസം അവർ അമ്മയച്ഛനും വന്നതും വിവാഹ പന്തലിൽ വെച്ച് ആരോ വേണുവിനെ കയ്യേറ്റം ചെയ്യാൻ വന്നതും അതുപോലെ തന്നെ സ്വർണം കൊണ്ടുവരുന്ന വഴിക്ക് ആ സ്വർണം മാറി വെള്ളിയായതും ഇതെല്ലാം ഇവിടെ നടന്ന സംഭവങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഇവരുടെ സംശയങ്ങളും അതും ശരിയാണോന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയണം മുത്തശ്ശി. ഓഹോ, അപ്പം എന്നെ പറ്റിച്ച് ജീവിക്കാനായിരിക്കും വേണുവിന്റെയൊക്കെ ലക്ഷ്യം. അതിനാണോ അവരവരുടെ മകളെ ഇങ്ങോട്ടേക്ക് കെട്ടിച്ചയച്ച് കച്ചുകെട്ടി നടക്കുന്നത്? അതുകൊണ്ടായിരിക്കും അല്ലേടോ വന്ന് കയറുടനെ അവരെ വീതം ചോദിച്ചത്. മുത്തശ്ശി പറയാണ്, എനിക്കും അങ്ങനെ തോന്നി. അവര് ഈ വീട്ടിലേക്ക് വന്നത് തന്നെ ഈ വീട്ടിലെ സ്വത്തുക്കളും മുതലും കണ്ടിട്ടാണ്. അവർക്ക് ഈ പറയത്തൊക്കെ ഒന്നും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, അനയുടെ കാര്യത്തില് നമ്മൾ എല്ലാ വിധത്തിലും മണ്ടത്തരം ചെയ്തെന്ന് എനിക്ക് തോന്നിയെന്ന് പറയണം മുത്തശ്ശൻ. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, എനിക്കും അങ്ങനെ സംശയം ഇല്ലാതില്ല. കാരണം ഇവര് യാതൊരു തരത്തിലുള്ള സ്നേഹവും സന്തോഷവും ഇല്ലാതെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നേ. അനയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാ, അതിനൊരു മാറ്റം ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതെങ്ങനെയാ? ഈ കുട്ടി ഒന്ന് സ്നേഹിക്കാൻ ശ്രമിച്ചാലല്ലേ അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാവുള്ളൂ. എല്ലാവരോടും തർക്കുത്തരവും തട്ടിക്കയറ്റവും പിന്നെ ദേവിയാനിയും ജാനകിയും ജലജയൊക്കെ ഉണ്ടല്ലോ അവളുടെ സപ്പോർട്ടിന്. അതുകൊണ്ട് ഇവരെന്ത് പറയാന്നുള്ളതിക്ക് അവൾ ഓർന്ന് പെരുമാറിക്കൊണ്ടിരിക്കാം. ആ ഹണിമൂൺ യാത്രയ്ക്ക് തടയിട്ട് തന്നെ ഇവൾ ഒറ്റയൊരുത്തിയ. അതുപോലെ തന്നെ ആ പായസത്തിന് മായം ചേർത്തും എല്ലാം ഇവളുടെ അമ്മയങ്ങളെ കൂടിയാ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. എന്നാല് രണ്ടുപേർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. അവരെല്ലാരും ഇങ്ങോട്ടേക്ക് വരട്ടെ സ്വർണം മോഷ്ടിക്കാൻ. ഞാൻ ആരാന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാം കേട്ടോ മുത്തശ്ശൻ. അപ്പൊ ഇതിന്റെ അടുത്ത വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്തായിരിക്കും കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.